ഒരു നല്ല പുസ്തകം 100 നല്ല കൂട്ടുകാർക്ക് സമാനമാണ്. ആശയവികാസങ്ങളുടെ ഓരോ പടവുകളും കയറി അജ്ഞതയുടെ ഇരുട്ടകറ്റാൻ നമ്മെ സഹായിക്കുന്ന ഊന്നുവടികളാണ് പുസ്തകങ്ങൾ. പുസ്തകങ്ങളിലൂടെ നമുക്ക് ധാരാളം ആശയങ്ങളിലേക്കും വിജ്ഞാന ലോകത്തേക്കും കടന്നു ചെല്ലാൻ സാധിക്കുന്നു. സാഹിത്യകാരന്മാരുടെ ചിന്തകളും അവരാർജിച്ച ശേഷികളുടെ സത്തും വിയർപ്പുമാണ് ഓരോ പുസ്തകങ്ങളും. പ്രശസ്ത എഴുത്തുകാരനും പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധനുമായ പ്രൊഫസർ മുഹമ്മദ് ഹസൻ സാർ രചിച്ച അനേകം ഗ്രന്ഥങ്ങൾ മനഃശാസ്ത്ര ശാഖയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഈ രംഗത്ത് വർഷങ്ങൾ നീണ്ട പഠനവും ഗവേഷണവും സാധനയുമാണ് ഇവിടെ പ്രകാശിതമാവുന്നത്. രോഗിയുടെ മനസ്സ് തൊട്ടറിഞ്ഞ് ആശ്വാസം നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാരീതി. ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി പഠനവും പഠിപ്പിക്കലും തുടരുന്ന പ്രൊഫസറായി അറിയപ്പെടാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. രോഗികൾക്ക് മുന്നിൽ ചങ്ങാതിയും അഭ്യുദാകാംക്ഷയുമായി അവതരിക്കാനാണ് താല്പര്യം. രോഗിയുടെ മനസ്സിനെ തൊട്ടറിയുന്നത് അങ്ങനെയാണ്. ഉന്നതങ്ങളിൽ ഒരു വെളിച്ചം, മനസ്സ് വ്യഥകളും വിധികളും, മാനുഷിക വികാരങ്ങളുടെ മനഃശാസ്ത്രം, സ്ത്രീകളുടെയും കുട്ടികളുടെയും മനസ്സ്, പ്രശ്നങ്ങളും പ്രതിവിധികളും, കലങ്ങിത്തെളിഞ്ഞ വെള്ളം, മനഃശാസ്ത്രം, പ്രവാചക വചനങ്ങളിലൂടെ എന്നിവ അദ്ദേഹത്തിൻ്റെ ഏതാനും ചില കൃതികൾ മാത്രമാണ്. ആലോരത്ത് എന്ന തൂലികാ നാമത്തിൽ അദ്ദേഹം മനോഹരങ്ങളായ കവിതകളും രചിച്ചിട്ടുണ്ട്. വരൂ അദ്ദേഹത്തിൻ്റെ പുസ്തക ലോകത്തേക്ക്. മുഹമ്മദ് ഹസൻ്റെ ധാരാളം പുസ്തകങ്ങൾ ഇതിനകം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ രണ്ട് വ്യക്തികളും തമ്മിലുള്ള ഒരു സമാനത നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ മുഖ്യ തൊഴിലിന് പുറമെ എഴുത്തും വായനയും ജീവിതത്തോട്, ഹൃദയത്തോട്, മനസ്സിനോട് ചേർത്ത് വെച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ്. മുഹമ്മദ് ഹസൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപടി കാര്യങ്ങൾ, കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയും പരിഭാഷപ്പെടുത്തുകയും അത് വായിക്കുകയും ചെയ്ത ഒരാളാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ ഉത്പാദിക്കുകയാണ്. ഓംചേരി എൻ പിള്ള ഡൽഹിയിലെ ഓംചേരി പിള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെപ്പറ്റി പറഞ്ഞു. പുസ്തകത്തെപ്പറ്റി അവലോകനം എഴുതി എന്നിട്ട് അവസാനമായി എനിക്ക് ഒരു വാക്ക് എഴുതി, അദ്ദേഹം ഒരു മലയാളി ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു അന്തർദേശീയ പ്രശസ്തനായിരുന്നു എന്ന്. കർണാടകത്തിലെ ബാംഗ്ലൂരിലെ ഡോക്ടർ വിജയകുമാർ സാർ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ സമാഹരിക്കുകയും അത് കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. ഈ പരിഭാഷപ്പെടുത്തുകയും അത് വ്യത്യസ്ത യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പഠിക്കുകയും പരീക്ഷ നടത്തുകയും അവിടെ MPhil PhDക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അക്ഷരം കൊണ്ടെൻ്റെ മുറ്റത്ത് ഞാനൊരു പുഷ്പവനമൊരുക്കാം, ഞാനൊരു പുഷ്പവനമൊരുക്കാം, അതിൽ ചിത്രശലഭമായി പാറിപ്പറന്നുവ പുത്തനുഷസേ, നർത്തനം ചെയ്തുവ സ്വപ്ന ചിറകുമായി പുത്തനുഷസേ. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഓരോന്നും അതാണ്. 2 വരി കൊണ്ട് 3 വരി കൊണ്ട് മനുഷ്യ മനസ്സിനുള്ളിലേക്ക് ആഴത്തിൽ കടന്നു ചെന്ന് സുസ്ഥിര പ്രതിഷ്ഠ നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്താധാരയുടെ. അതിനൊരു കവിത്വമുണ്ട്. നമ്മൾ ശരിക്കും ഇത് ഞാനിപ്പോൾ എന്നാ ചിന്തിച്ചു, എന്താ ഇതിനെപ്പറ്റി പറഞ്ഞ കവിതാ പുസ്തകം എന്നാണോ, കഥയെന്നാണോ, തത്വചിന്ത എന്നാണോ? പക്ഷേ അങ്ങ് തുടക്കം കുറിക്കുന്നത് ഒരു പുതിയ നമ്മുടെ മലയാള സാഹിത്യവേദിയെ സംബന്ധിച്ചിടത്തോളം ഒരു നവീന ഒരു സംരംഭമാണ്. അതുകൊണ്ട് ഞാനും ഇനിയിപ്പോൾ ആലോചിക്കാൻ പോകുന്നു. കുറുങ്കവിത എഴുതി പരാജയപ്പെട്ടെങ്കിലും കുറുങ്കവിത ഇപ്പം തത്വചിന്തകളും രാഷ്ട്രീയ ചിന്തകളും ഒക്കെ ഇതുപോലെ എഴുതിയാൽ പുസ്തകം വിജയമാകുമെന്ന് കണ്ടപ്പം നവാസ് എന്നെ പറ്റി പറഞ്ഞു, ഇത്രയും പുസ്തകത്തിന് എണ്ണമൊക്കെ പറഞ്ഞു. ഞാൻ ഈ എണ്ണം നിർത്താൻ പോകുന്നില്ല. ഈ പുസ്തകം പോലെ ഞാനും ഇനി കുറേ എഴുതാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ലക്ഷങ്ങൾ ചിലവായി, അവാർഡ് കിട്ടി, വെറും തുച്ഛം പണം, എന്നാലും സന്തോഷം ആചാരവടി പൊട്ടുമല്ലോ. ഇതെൻ്റെ അപ്പം 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷമോ മുടക്കിയിട്ട് ഈ അവാർഡൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ ഒന്നുമില്ല,
തുക, അവാർഡിൻ്റെ തുക വെറും തുച്ഛമാണ്. 10,000 രൂപയാണ്, 20,000 രൂപയാണ്. അറേഞ്ച് ചെയ്യുന്നതാണ്. പക്ഷേ അവസാനം ഇത് കിട്ടിയപ്പം പത്മ അവാർഡൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടൊരു കാലത്തെ നമ്മൾ ആലോചിച്ചുകൊണ്ട് ചിന്തിക്കുക, അവസാനം ഒരു പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഈ പണം മുടക്കിയാൽ അവസാനം എടുത്തു കൊണ്ടുപോകുമ്പോൾ പോലീസുകാർ ആകാശത്തേക്ക് ആചാരവെടി പുറക്കും. ഇത്തരത്തിലുള്ള ഇതൊക്കെ ആശയങ്ങളാണ്. ഒരു വരിയിൽ ഒരു കഥയിൽ മുഴുവൻ എഴുതാവുന്ന ഒന്ന്. അക്ഷരം കൊണ്ടെൻ്റെ മുറ്റത്ത് ഞാനൊരു പുഷ്പവനമൊരുക്കാം, ഞാനൊരു പുഷ്പവനമൊരുക്കാം. ആലൂരത്ത് എന്ന് പറയുന്ന അപരനാമത്തിൽ, തൂലികാനാമത്തിൽ കവിത എഴുതി. ആ കവിത ഇദ്ദേഹം ഇരുന്ന സദസ്സിൽ വെച്ച് പുഷ്പറാണി എന്ന് പറഞ്ഞ ഒരു ആസ്വാദിക ചൊല്ലുകയും പറയുകയും വിമർശിക്കുകയും ചെയ്തു. ആ പുഷ്പറാണി ഇപ്പം വളരെ സജീവമായി തിളക്കമുള്ള കണ്ണോടുകൂടി എന്നോട് ഇന്നിപ്പോൾ പറഞ്ഞു. അപ്പോൾ പ്രായം 18 എന്നുള്ളതിന് വേറെന്തെങ്കിലും തെളിവ് വേണോ? വേണ്ട. പിന്നെ ഇപ്പം ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദാമ്പത്യം സമ്പാദിക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതാണ്. അതാണ് പ്രിയാപ്പിള എന്ന് പറയാൻ കാരണം ഇന്ന് പലർക്കും അങ്ങനെയാണ്. അല്ല, ദാമ്പത്യം എന്ന് പറയുന്നത് സമ്പാദിക്കാനുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ സമ്പാദിക്കാനുള്ളതല്ല, 2 മക്കൾ സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം ഞങ്ങൾ പറയുന്നത്. അതും ശരിയല്ല, അതും ഒരു ആസ്വാദനമാണ്. മക്കൾ വളർന്നു വരുമ്പോൾ ഒരു ആസ്വാദനമാണ്. കുഞ്ഞു കുട്ടികളെയും ഒക്കെ കാണുന്ന സമയത്ത് ആസ്വാദനം. അപ്പോൾ വളരെ നല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എൻ്റെ സുഹൃത്തും വഴികാട്ടിയുമായ ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും എനിക്ക് അറിയുന്ന ആളുകളാണ്, വേദിയിലും സദസ്സിലുമുള്ള. കുറച്ച് കാലത്തെ ബന്ധമാണെങ്കിൽ പോലും കുറേ കാലത്തെ ഒരു ആത്മബന്ധമുള്ള മനുഷ്യരാണ്. ഡോക്ടറും ഞാനും തമ്മിൽ കുറേ വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ളൊരു സൗഹൃദമുണ്ട്. ഞങ്ങളത് വൈകിയാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. എസ് എ സൈക്യാട്രിസ്റ്റ് എന്നതിലുപരി എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ, എഴുത്തുകാരെന്ന നിലയിൽ എന്തോ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷന് ഒരു നമ്മൾ പറയും വളരെ ഡിവൈനായിട്ടുള്ളൊരു കണക്ഷൻ വന്നു. പ്രിയമുള്ളവരെ, ഏവർക്കും ആദരം. ഈ കൊച്ചു പുസ്തകം ഇങ്ങനെ കൊച്ചു കൊച്ചു വരികൾ കൂട്ടിച്ചേർത്ത് അതൊരു പുസ്തകമാക്കി മാറ്റാൻ സഹായിച്ച ആറ്റക്കോയ പള്ളിക്കണ്ടിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഗവർണർ ശ്രീധരൻപിള്ള 220 പുസ്തകം എഴുതി എന്നാണ് ഇവിടെ പറഞ്ഞത്. ഞാനും കഷ്ടിമുഷ്ടി 20-28 പുസ്തകത്തോളം എത്തിച്ചുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ കുഞ്ഞാലി സാഹിബ് അടക്കം, എൻ്റെ സ്റ്റാഫ്, ഡ്രൈവർ അടക്കം എല്ലാവരും ആയിരക്കണക്കിന് പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിൽ എഴുതിയ പുസ്തകങ്ങളൊന്നും തന്നെ പ്രസിദ്ധീകരിച്ചില്ല എന്നേ ഉള്ളൂ. പുസ്തകം എഴുതാത്തവരാരുമില്ല. എഴുത്തും വായനയും കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ പുസ്തകം എഴുതി തുടങ്ങിയിട്ടുണ്ട് മനുഷ്യൻ. പക്ഷെ പുസ്തകത്തിന് വേണ്ട കടലാസും പേനയും ലഭിക്കുന്നതിന് മുമ്പേ അവസാനം വന്ന ദൈവഗ്രന്ഥം ഖുർആൻ പോലും ആദ്യം എഴുതപ്പെട്ടതല്ല. അദ്ദേഹം ആദ്യം ഗവർണറായത് വടക്ക് കിഴക്കൻ പ്രദേശത്താണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് ഈ കൊച്ചു ഗോവയിലേക്ക് പാറി വന്നത്, അതിൻ്റെ ഇടയിൽ കടന്നുപോയ ഇന്ത്യയിലെ എല്ലാ നാടുകളിലൂടെയും സ്റ്റേറ്റിലൂടെയും മുകളിലൂടെ പാറി വന്നപ്പോൾ അവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിനെ ആവാഹിച്ചെടുത്തുകൊണ്ടാണോ അദ്ദേഹം ഗോവയിലെത്തിപ്പെട്ടത് എന്നെനിക്ക് ശങ്കയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിൽ അങ്ങനെ ഞാൻ പറയാൻ തോന്നുന്നു. അദ്ദേഹം കേൾക്കേണ്ടതായിരുന്നു അത്. പക്ഷെ അദ്ദേഹം ഇവിടെ ഇല്ല. എൻ്റെ വല്ല പ്രസംഗങ്ങളും കേൾക്കാൻ അദ്ദേഹം ഉണ്ടാവാറില്ല, അങ്ങനത്തെ സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട്. അത് ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ഭാവം, അദ്ദേഹമാണല്ലോ ഇത് നിർവഹിച്ചത്. അതിന് അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത സമയമാണ്. അദ്ദേഹത്തിൻ്റെ എന്നുമായിട്ടുള്ള വ്യക്തിബന്ധവും സ്നേഹബന്ധവുമാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്താൻ പ്രേരിതമായത്. ഒരു പുതിയ വിഷയം ഒന്നും എനിക്ക് പറയാനില്ല. ഒന്ന് ഞാൻ പറയട്ടെ, നമ്മളാരും മരിക്കുന്നില്ല. മനുഷ്യർ മരിക്കാൻ വേണ്ടി ജനിച്ചവരല്ല, പുതിയൊരു ജീവിതം ആരംഭിക്കാൻ വേണ്ടി
ജനിച്ചവരാണ്. താൽക്കാലിക മരണം അതാണല്ലോ ഉറക്കം. ഉറക്കത്തിന് ശേഷം നമ്മൾ ഉണരുന്നു, വീണ്ടും നമ്മൾ ജീവിക്കുന്നു എന്നതുപോലെ അതാ ആ വയനാട്ടിലെ കുത്തിക്കൊഴുക്കിൽ ഒരുപാട് പേര് മരിച്ചുപോയി. മരിച്ചു എന്ന് പറയുന്നത് ശാരീരിക മരണമാണ്. മനുഷ്യന് 3 സംഗതികൾ ദൈവം തമ്പുരാൻ നൽകിയിട്ടുണ്ട്, നമുക്ക് ഏവർക്കും അറിയാം. അതൊന്നാണ് ശരീരം. ശരീരം ഈ ഭൂമിയിൽ നിന്നുള്ള വസ്തുക്കളൊക്കെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ്. കുറച്ച് മണ്ണ് അതിൽ ചേർത്ത് വെക്കുന്ന പലതുമാണ് ശരീരത്തിലുള്ളത്. ഈ ശരീരമായി ജീവിച്ച് ശരീരം നശിച്ച് പോവും, മണ്ണിനോട് ചേർന്ന് പോവും. അതവിടെ മണ്ണിനോട് ചേർന്ന് പോയി. ചേരാതെ പോകുന്ന ഒന്ന് അവശേഷിക്കുന്നതാണ് മനസ്സ്. മറ്റൊന്നാണ് ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമായി പറയുന്ന ആത്മാവ്. ഇത് രണ്ടിനും നാശമില്ല. നാശമില്ലാത്ത മനസ്സും നാശമില്ലാത്ത ആത്മാവും കൂട്ടിച്ചേർത്ത് അത് ഇവിടെ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അത് സത്യമാണ് എന്ന് രഹസ്യമായെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എങ്ങനെ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ഇവിടെ അന്തരീക്ഷത്തിലുണ്ട്. ഞാനിവിടെ സംസാരിച്ച സംസാരം നാളുകൾക്ക് ശേഷവും ഈ അന്തരീക്ഷത്തിൽ തിരിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ ഫോണിലൂടെ സംസാരിച്ച സംഭാഷണം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ ചിന്തയിൽ രൂപം കൊണ്ടുന്ന എല്ലാ ചിന്താ തരംഗങ്ങളും ഈ അന്തരീക്ഷത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചെടുക്കാൻ സാധിക്കുന്ന സംവിധാനം ശാസ്ത്രം കണ്ടെത്തിയെങ്കിൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച സ്രഷ്ടാവിന് നമ്മുടെ ചിന്തകളെ തിരിച്ചെടുക്കാൻ സാധിക്കില്ലേ? സാധിക്കും. അത് രൂപം കൊള്ളും. വൈകാതെ നാം ഒരു പക്ഷേ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചില്ലെങ്കിലും വരും തലമുറ ഒരു പക്ഷേ പ്രവാചകൻ ജീവിച്ചിരിക്കുകയും ബദർ യുദ്ധം നടത്തുകയും ശ്രീകൃഷ്ണ ഭഗവാൻ യുദ്ധത്തിൽ പങ്കെടുക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത ചിത്രങ്ങൾ, യഥാർത്ഥ ചിത്രങ്ങൾ തന്നെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നൊരു കാലഘട്ടം വന്നുപോവും. കാണും നമ്മളവിടെ. അതുകൊണ്ട് ഭയപ്പെട്ടുകൊള്ളുക. നമ്മൾ എന്ത് നന്മകൾ ചെയ്താലും തിന്മകൾ ചെയ്താലും അത് അനാവരണം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള ഖുർആൻ വാക്യം. വമൻ യഅമൽ മിസ്കാറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാറത്തിൻ ശർറൻ യറാ. ഏതൊരുത്തൻ അണുമണിത്തൂക്കം ഗുണം ചെയ്താൽ അതും കാണും, ദോഷം ചെയ്താൽ അതും കാണും എന്നുള്ള യാഥാർത്ഥ്യം പുലരാൻ പോകുന്ന ഒരു ആധുനിക ലോകത്തേക്കാണ് നാം കടന്നു പോകുന്നതെന്ന് ഓർക്കുക. അത് മനസ്സിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കിയില്ല അത് അങ്ങനെ നടത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും എന്ന്. പക്ഷേ നടത്തിക്കഴിഞ്ഞത് തെളിയിക്കാൻ സാധിക്കുന്ന യന്ത്രസാമഗ്രികൾ മുന്നിൽ വെച്ച് കേൾപ്പിച്ചപ്പോഴാണ് അത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ വെറും ഒരു ഉപബോധ മനസ്സിനെ തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹിപ്നോതെറാപ്പിക്ക് വിധേയമാക്കുമ്പോഴാണ് ആ വ്യക്തി പോലും ഒരിക്കലും ഓർക്കാതെ ചെയ്തു പോയി എന്ന് അവർ തന്നെ പറഞ്ഞ ശബ്ദങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒന്ന് നടത്തിയിട്ടില്ല എന്ന് ആണയിട്ട് പറഞ്ഞ, ബോധ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞ വ്യക്തിയാണ് അതൊക്കെ അങ്ങനെ ചെയ്തു പോയി എന്ന് ഉറക്കിൽ ഉപബോധ മനസ്സ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹിപ്നോതെറാപ്പിയിൽ ലഭിച്ചത്. എൻ്റെ അടുത്തൊരു കുറച്ച് ഏതാനും ഇവിടെ ഇരിക്കുന്ന ചേട്ടനെങ്കിലും കേട്ടറിഞ്ഞു കാണും. 4 കൊല്ലമായിട്ട് കാഴ്ചയില്ലാത്ത പ്രഗത്ഭനായൊരു പട്ടാളോദ്യോഗസ്ഥൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് കൊണ്ടുവരികയുണ്ടായി. ആ സ്ത്രീ പല സ്ഥലങ്ങളും കൊണ്ടുപോയിട്ട് അന്ധയാണ്. എവിടെ ചെന്നാലും കാഴ്ച കിട്ടുന്നില്ല. ചികിത്സയിൽ എവിടെയും കണ്ണിന് യാതൊരു തകരാറും കാണുന്നുമില്ല. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ആ സ്ത്രീ എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ എന്നെ കാണാൻ അദ്ദേഹത്തിന് താല്പര്യം എടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെപ്പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങളടുത്ത് കൊണ്ടുചെല്ലുന്നത് നല്ലതാണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിപ്പോയി ഇദ്ദേഹം കുറേ ഖുർആൻ വാക്യങ്ങളും ബൈബിൾ വാക്യങ്ങളും ഗീതാവാക്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഉച്ചരിക്കുന്നതിൽ അതൊരു അന്ധവിശ്വാസ ചികിത്സയാണ്, നിങ്ങൾ പോകരുത് എന്ന് തടഞ്ഞു വെച്ചതുകൊണ്ട് ഞാൻ വന്നില്ല. എങ്കിലും ഇന്നിപ്പോൾ ഞാൻ റിട്ടയർഡ് ആവാൻ പോവാണ്. ഞാൻ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത്. പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യയെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ആനക്കയത്തുള്ള സ്നേഹമന വീട്ടിൽ അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. ഞാനതിന് ആ സ്ത്രീയെ കുറച്ച് നേരത്തിനൊന്ന് എൻ്റെ വിധിപ്രകാരമുള്ള വിശ്രമത്തിലേക്ക് ഉറക്കിലേക്ക് നയിച്ചു. ഉണർന്നതിന് ശേഷം ആ സ്ത്രീ ഞങ്ങളെ നോക്കിയപ്പോൾ എൻ്റെ ഭർത്താവിനും ഡോക്ടറെ എല്ലപ്പി കാണുന്നതെന്ന് പറഞ്ഞ ആ സ്ത്രീ വളരെ സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടി. പിന്നെ അത് കാഴ്ച
പൂർണ്ണമായും തിരിച്ചു കിട്ടുകയാണ്. പറഞ്ഞാൽ ഒരു പക്ഷേ വിശ്വസിക്കാൻ പറ്റാത്തൊന്ന്, അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി. ആ സ്ത്രീ പിന്നീട് അന്ന് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ് സാർ, നേരം പുലരുമ്പോൾ എനിക്ക് കണ്ണ് കാണാൻ കഴിയുമ്പോൾ ഞാൻ പേടി വരുന്നതാണ്. 3 പ്രാവശ്യം കണ്ടു. ഇപ്പോൾ സുഖമായിട്ട് കൽപ്പറ്റയിൽ കുടുംബസമേത സ്ത്രീ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പറയാൻ പറ്റില്ല, കാരണം ഈ മനഃശാസ്ത്രജ്ഞന്മാരെ കാണാൻ വന്ന ആൾക്കാർ രഹസ്യമായി വെക്കുള്ള ആരോട് പറയില്ല. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം ഇവിടെ പക്ഷേ സദസ്സിലുണ്ടാവുമെങ്കിൽ ഞാൻ പറയാണ്, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി, അവർ അമേരിക്കയിലാണ് ജീവിക്കുന്നത്. മകളുടെ മകൻ 7ാം തരത്തിൽ പഠിക്കുന്ന ആൺകുട്ടിയാണ്. ഓടിച്ചാടി എടുക്കുന്ന പ്രഗത്ഭനായ ഒരു ആൺകുട്ടി പെട്ടെന്ന് വലതുഭാഗത്തെ കാല് കുഴഞ്ഞുപോയി. എന്ത് ചികിത്സ ചെയ്താലും കാല് നിലത്ത് വെക്കാൻ തന്നെ പറ്റില്ല, അത്രയധികം വേദനയോട് കൂടിയാണ് കുട്ടി നടക്കുന്നത്. പല ചികിത്സകളും അമേരിക്കയിലെ പ്രഗത്ഭന്മാരായ വിശ്വകരന്മാർ ചെയ്തിട്ടും ഫലമില്ലാതെ കേരളത്തിൽ വന്നു കോട്ടക്കൽ ആര്യവൈദ്യശാല അടക്കം അക്യൂപഞ്ചർ തെറാപ്പി അടക്കം ചെയ്യാനുള്ള പല ചികിത്സാ വിധികളെയും തുടർന്ന് അവസാനം ആ വ്യക്തിത അവിടെ ഇരിക്കുന്നുണ്ട്, അത് കണ്ട വ്യക്തികളും ഇവിടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ആ കുട്ടിയുമായിട്ട് മനമില്ലാ മനസ്സോടെ എൻ്റെ അടുത്ത് വന്നു. ആ കുട്ടി, ഞാൻ അതിൻ്റെ ദീർഘമായ കഥ പറയല്ല, കാല് വെച്ച് നടക്കുക മാത്രമല്ല ഓടുക തന്നെ ചെയ്തു. ഇന്ന് അമേരിക്കയിൽ പോയി വീണ്ടും സ്കൂളിൽ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ എന്ത് സംഗതിയൊക്കെ കെട്ടിക്കഴിച്ചു പോയത്? എൻ്റെ സ്റ്റാഫ് അവിടെ ഇപ്പുണ്ട്. ഒരു പെൺകുട്ടിയെ, പാവപ്പെട്ടൊരു പെൺകുട്ടിയെ, കാത് കേൾവിയില്ല, ക്ലാസ് പോകാൻ വഴി ഒന്നും കേൾക്കില്ല. 14 വയസ്സായിട്ട് പെൺകുട്ടിയാണ്. ഇപ്പം ഉണ്ടായതാ, 2-3 ആഴ്ചക്ക് മുമ്പ് ഉണ്ടായതാ. പല സ്ഥലങ്ങളിലും പോയിട്ട് കാത് കേൾക്കാൻ കഴിയുന്നില്ല, കേൾവിയില്ല. ഇങ്ങനെ ക്ലാസ് പോകാൻ മടി കാണിക്കുന്നു. ബുദ്ധിമുട്ടിയിട്ട് പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് കാതിൻ്റെ ചികിത്സാപദ്ധതി പ്രകാരം ഒരു മാറ്റം കിട്ടുന്നില്ല, കേൾവി കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ കേട്ടുകൊണ്ട് ഇപ്പോൾ ക്ലാസ് പോയിരിക്കുന്നുണ്ട്. അതിന് പിന്നിലുള്ള മറിമായം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് ഉപബോധ മനസ്സിൻ്റെ പൊട്ടിക്കളി. ബോധമനസ്സ് മാത്രമല്ല, ഉപബോധ മനസ്സും മനുഷ്യനുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ബോധ മനസ്സ് തുറന്നു വെച്ചത് ഉപബോധ മനസ്സ് അടയ്ക്കാൻ പുറപ്പെട്ടാൽ ഒരിക്കലും തുറക്കാൻ സാധ്യമല്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ചിലപ്പം കാണുന്നുണ്ടാവില്ല. നമുക്കറിയാം, നമ്മൾ 5% വരുന്ന ബോധ മനസ്സ് കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന മനസ്സുണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്നില്ലേ? പലപ്പോഴും നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് നോക്കി നിൽക്കും. എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന സ്ഥലത്ത് മറ്റൊരാൾ നോക്കി പറയും, ആ ഒരു പല്ലിയാണോ സാറ് പത്ര നേരം നോക്കി നിന്നത്? ഒരു 4 കാലുള്ള പല്ലിയെ. ഞാൻ പറയും, ഏത് പല്ലി? ഞാൻ അങ്ങോട്ട് നോക്കിയെന്നുള്ളൂ, പക്ഷേ എൻ്റെ മനസ്സ് അവിടെ ആവണം എന്നില്ല. ഞാൻ ആ പല്ലിയെ കണ്ടിട്ടേ ഉണ്ടാവില്ല. എൻ്റെ മുന്നിൽ വെച്ചായിരിക്കും ചിലപ്പോൾ ഭക്ഷണം ചൂടാറോ വന്ന് കഴിക്കുമെന്ന് പറഞ്ഞ് വിളിക്കുന്നത് വീട്ടിൽ നിന്ന്, പക്ഷേ ഞാൻ കേട്ടിട്ടേ ഉണ്ടാവില്ല. എൻ്റെ കേൾവി ബ്ലോക്ക് ചെയ്തു. ഇങ്ങനെ സ്ഥിരമായി ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥാവിശേഷം ചിലർക്കെങ്കിലും ഉണ്ടാവാറുണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കാൻ പോലും ഇന്ന് ആൾക്കാർ തയ്യാറല്ല. അതാണ് കാര്യം. അതുകൊണ്ടാണ് പലപ്പോഴും കുഞ്ഞാലി ഡോക്ടറെ പോലെയുള്ള ആൾക്കാർ എല്ലാവർക്കും പ്രിയങ്കരനാവണമെന്നില്ല. ഞാനും കുഞ്ഞാലി ഡോക്ടറൊന്നും. കാരണം കുഞ്ഞാലി ഡോക്ടറും വഴിതെറ്റി ഹാർട്ടിലേക്ക് കാണുന്ന ബൈപ്പാസ് തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമുള്ളവരെ ബൈപ്പാസ് ഒന്നും പണിയണ്ടോ, നേരെ പോയൊക്കെ തടസ്സം നീക്കിയാൽ പോരെ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി ആരംഭിക്കാൻ കുഞ്ഞാലി ഡോക്ടറെ സഹായിച്ച അങ്ങനെയാണ്. അത് അദ്ദേഹത്തിൽ നിന്ന് മാത്രം ഉടലെടുക്കുന്ന ഒരുപാട് ആശയങ്ങൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ഒരു പക്ഷേ കോഴിക്കോട് വന്നിട്ട് ഇപ്പോഴാണ് മലയാളം പറയാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന് സാധിക്കാതെ പോയിട്ടുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യമായ ഹാർട്ടുമായി സംബന്ധമായ രോഗങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും നടപ്പിലെടുത്ത പ്രവൃത്തികളും വീണ്ടും പ്രകാരം ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനങ്ങളും ഇന്നും അദ്ദേഹത്തിന് അനുസൃതമായി കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെയും പൂർണ്ണമായി ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല എന്നിവരെ ഞാൻ പറയും. എന്നെ ഏതായാലും മനസ്സിലാക്കിയിട്ടില്ല, എനിക്കറിയാം. എൻ്റെ ഒരുപാട് സൈക്യാട്രിക് സ്ഥാപനം, എൻ്റെ മകൻ തന്നെ സൈക്യാട്രിസ്റ്റാണ്. എൻ്റെ മകൻ ഒരാൾ സൈക്കോളജിസ്റ്റാണ്. അയാളുടെ മകൻ തന്നെ സൈക്കോളജിസ്റ്റ് മാത്രമല്ല, അദ്ദേഹം സൈക്യാട്രിസ്റ്റ് MD എടുത്ത ആളാണ്. ഹോമിയോ മെഡിസിനിൽ MD ഉള്ള ആളാണ്. മക്കളൊക്കെ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഒക്കെയാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ അവരൊക്കെ പുസ്തകത്തെ അവലംബമാക്കി കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് എന്നെ തുടർന്ന് എന്നിൽ നിന്നുണ്ടാകുന്ന ചില ധാരകളൊക്കെ അവരിലേക്ക് ഒഴുകിയിട്ടുണ്ട്. ഈ ധാര മാത്രമല്ല. ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങളെ പുതുതായി രൂപം കൊടുക്കാൻ സാധിക്കുന്ന അത്ഭുതകരമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. പലരും ഇവിടെ ഇരിക്കുന്ന ഈ മഹതി
ഒരുപാട് കഴിവുകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മഹത്വം ഉള്ള സ്ത്രീയാണെന്ന് എനിക്കറിയാം. പക്ഷെ അവർക്കതൊന്നും അവർ വിജയിക്കുന്ന രീതിയിൽ അവരെ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ അങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ്. പലരും അങ്ങനെയാണ്. അവരുടെ കഴിവുകളൊന്നും വേണ്ട മാതിരി ഉപയോഗപ്പെടുത്താൻ നിങ്ങളിൽ പലരും അങ്ങനെ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പല സാഹിത്യകാരന്മാരും പല കലാകാരന്മാരും പല പാട്ടുകാരും അംഗീകരിക്കപ്പെടാതെ പോയത് അതിൻ്റെ പേരിലാണ്. ഇതാ ഈ കടന്നു വരുന്ന ഇദ്ദേഹം ഉണ്ടല്ലോ, കെ ഹില്ലിന്റെ ഓണറാണ്. ഒരു കെ ഹില്ല്, എന്താ കെ ഹില്ല്? ഒരു കുന്നുംപുറത്ത് ഹില്ലാണോ ഉദ്ദേശിച്ചത്? ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല അദ്ദേഹത്തോട്. അതേ പുതിയ പുതിയ പലതിനെയും കൊണ്ട് അവതരിപ്പിക്കുന്നതിൽ പ്രാഗൽഭ്യം കാണുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ പലരുടെയും കഴിവുകൾ ഒരു പക്ഷേ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോയ ഒരു സാഹചര്യം ഇന്നുണ്ട്. ഇവിടെ ഇന്ന് ഏറ്റുമുട്ടലുകൾ മുഴുവൻ നടക്കുന്നത് രാഷ്ട്രീയപരമായ അധികാര കസേരകൾക്ക് വേണ്ടിയുള്ള തല്ലിപ്പിടുത്താണ്. വേറൊന്നുമില്ല. അധികാരങ്ങൾ നേടിയെടുക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെയാണ് കൃത്രിമ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കേണ്ടതെന്ന് ആലോചിക്കുന്ന അവസ്ഥാവിശേഷത്തിലാണിത്. അതിന് ഭിന്നമായിട്ട് ഏതെങ്കിലും വികൃതികൾക്ക് പോകാതെ കുറെ ഫുട്ബോളും മറ്റു തരത്തിലുള്ള പാട്ടുകളും ഡാൻസുകളുമായി പോകുന്ന കുറെ ആൾക്കാരോ ഈ വികൃതിയിലൊന്നും കിട്ടില്ല. അവരൊക്കെ ചിരിച്ചങ്ങ് നടക്കുന്നേ ഉള്ളൂ. ആരും ഉപദ്രവം ഉണ്ടാവില്ല. ഫുട്ബോൾ കളിക്കണം, ഫുട്ബോൾ. അതുകൊണ്ട് അവരൊന്നും ഒരു തരത്തിലുള്ള ഈ ഇന്ന് നമ്മൾ കാണുന്ന ഈ മൃഗീയ കോലാഹലങ്ങൾക്ക് മുന്നിൽ പ്രവർത്തിക്കുന്നില്ല. ഇതിനൊക്കെ ഉപയോഗിക്കുന്ന യഥാർത്ഥ മനസ്സിനെ മാറ്റിയെടുക്കത്തക്ക നിലയിലുള്ള സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനം. വിദ്യാഭ്യാസം വാസ്തവത്തിൽ വെറും ഒരു അഭ്യാസമായി നശിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കോളേജുകളും സ്കൂളുകളും പൂട്ടുകയാണ് വേണ്ടത്. എന്നിട്ട് സ്വതന്ത്രമായ നമ്മളെ മനസ്സിനെ ഒന്ന് ഈ വിഹായസിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന അവസ്ഥാവിശേഷം സംജാതമാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത്ഭുതകരമായ പലതും സംഭവിച്ചേക്കാം. നമ്മൾ തമാശക്കും ചിലപ്പോൾ കാര്യത്തിലും പറയാറുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്തി പറയാനും താഴ്ത്തി പറയാൻ ആളല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം സ്കൂളിൽ പോവുകയോ കോളേജിൽ പോവുകയോ ഡിഗ്രി പാസ് ചെയ്യുകയോ വേൾഡ് പൊളിറ്റിക്സ് പഠിക്കുകയോ ചെയ്തില്ല എന്നുള്ളതല്ല. അദ്ദേഹം ഒരു രാജ്യത്തെ നിയന്ത്രിക്കുന്നുണ്ട്. ഏത് തരത്തിലാവട്ടെ, മോശമാവട്ടെ, എന്തുമാവട്ടെ, അതിനുള്ള മനോധൈര്യം അദ്ദേഹത്തിന് എവിടുന്ന് ലഭിച്ചു, എവിടുന്ന് അദ്ദേഹത്തിന് അങ്ങനെ ലഭിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ മറന്നുപോകരുത്. അദ്ദേഹം ആദർശപരമായിട്ടോ മതപരമായിട്ടോ മറ്റു തരത്തിലോ നമ്മളോട് യോജിക്കുന്നില്ലായിരിക്കാം ഒരു പക്ഷേ മോഡി എന്ന് പറയുന്ന ഒരു വ്യക്തി ലോകരാഷ്ട്രങ്ങളിൽ ഇത്രയധികം ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടാവില്ല. ഇപ്പോഴും ഈ ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം തന്നെ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാണ്. ഏത് രാജ്യത്തെയും ആരെ കാണാനും യാതൊരു മടിയും കാണിക്കാതെ താൻ കണ്ടത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിനെയാണ് അപകീർത്തിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ അളക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഒരു ഡിഗ്രി എടുത്തു, നേരത്തെ തമ്പുരാൻ പറഞ്ഞ പോലെ ഒരു ഡിഗ്രി എടുത്തു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും നേടിയെടുത്തു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. നിങ്ങളുടെ അനുഭവ സമ്പത്താണ് വളരെ വലുത്. അതിന് അംഗീകാരം കിട്ടിക്കൊള്ളണം എന്നില്ല. അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു നാളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് മാത്രം ഞാൻ പറയാം. അധികം നീട്ടിപ്പറയാൻ പാടില്ല എന്ന് എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതപ്പോ ഞാൻ തന്നെ പറയാണ്. ഇപ്പോ ഇദ്ദേഹത്തിന് വല്ലതും കിട്ടിയാലുണ്ടല്ലോ, ഈ എഴുത്തുകാരനും തമാശ പ്രാസിംഗിനുമായിട്ടുള്ള അധ്യക്ഷൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വിടുന്നല്ലോ. ഞാൻ അദ്ദേഹത്തെ കേക്കൊന്നും പറയാറില്ല. കാരണം അദ്ദേഹം എന്തെങ്കിലും അദ്ദേഹത്തെ കേക്ക പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് ഒരു പുതിയ രൂപം കൊടുത്ത് ചിറക് വെച്ച് പാറാൻ അനുവദിച്ച് അത് ആകാശത്തിലൂടെയൊക്കെ പോയി നക്ഷത്രങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരുന്ന രീതിയിൽ ആലങ്കാരികമായി അവതരിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് പേടിയാണ് ഞാൻ തോറ്റു എന്നും ജയിച്ചു എന്നും പറഞ്ഞ് എന്നെ ജയിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. എനിക്കറിയാം, എൻ്റെ അടുത്ത് നിന്ന് പറയുന്നു, നിങ്ങളെ ഞാൻ ജയിപ്പിച്ചിരിക്കുകയാണ്, തോൽപ്പിച്ചിരിക്കുകയല്ല. മുഹമ്മദ് ഹസൻ തോറ്റ രംഗങ്ങളാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഞാൻ ജയിച്ചിട്ടേ ഉള്ളൂ. ചില കുറ്റാന്വേഷണ വകുപ്പിൽ പോയിട്ട് ഞാൻ പരാജയപ്പെട്ട് പിന്മാറിയ രംഗങ്ങളുണ്ട്. പ്രമോദിനി കൊലക്കേസുകൾ കേട്ടിട്ടുണ്ടാവും. കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ കൂടിയാണ് പിടിച്ചത്. ഒരു അന്തർജന മാലികയെ ബലാത്സംഗം ചെയ്ത് കൊന്നൊരു കേസുണ്ടായിരുന്നു പണ്ട്. അത് പരാജയപ്പെട്ടു പോയത് വിട്ടുകളഞ്ഞിരുന്നു. ഞാനാണ് അത് കൊണ്ടുവന്നത്. ആ പിടിച്ച ആളെ കൊണ്ടുവന്ന് ജയിൽവാസം അനുഷ്ഠിച്ച് തിരിച്ചു വന്ന ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയി. കൊല്ലങ്ങൾക്കുമുള്ള സംഭവമാണ് ഈ പറയുന്നത്. അതൊക്കെ സാധിച്ചെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. പക്ഷെ ഞാനതിങ്ങനെ പ്രസംഗിച്ചു കിടന്നാൽ ഇയാളിങ്ങനെ വലിയ ക്യാമറ ഇങ്ങനെ വെടി പറഞ്ഞ് നടക്കുന്ന ഒരാളാണെന്ന് എന്നോട് വളരെ അടുത്ത ബന്ധമുള്ള ഫറൂഖ് കോളേജ് സ്റ്റുഡൻസ് മാത്രമേ എന്നെ അംഗീകരിച്ചു പോയിട്ടുള്ളൂ. എൻ്റെ കൂടെ നിന്ന പലരും അത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അനുഭവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടെ നിൽക്കുന്നവരാണ് നമ്മൾ അംഗീകരിക്കാതിരിക്കുക. നമ്മളെ കൂടെ പഠിച്ചവരും നമ്മളെ കൂടെ ജീവിച്ചവരൊക്കെ
അവൻ്റെ ക്യാമറാവുകൊണ്ട് നമുക്കറിയാം എൻ്റെ കൂടെ ജീവിച്ചവനല്ലേ, എൻ്റെ കൂടെ ഫുട്ബോൾ കളിച്ചത് കാലുകെട്ടി വീണ ആളല്ലേ. ഇപ്പോൾ വലിയ ഫുട്ബോൾ കളിക്കാരെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തൊന്നും അംഗീകരിക്കാൻ ആളെ കിട്ടിയില്ല. പക്ഷേ അതാണ് സത്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കാൻ നോക്കുക. ആരെയും ബോധ്യപ്പെടുത്താനും അവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാനുമല്ല എന്ന് ഞാൻ നിങ്ങൾ ഇത്തരുണത്തിൽ അകത്തുനിന്ന് നിങ്ങളെ നീയും പിടിച്ചു നിർത്തുന്നതിൽ അർത്ഥമില്ല. രസകരമായ പല കാര്യങ്ങളും പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് രസമല്ല തോന്നുക. സാധാരണ രസമല്ലല്ലോ, കണ്ടിട്ടില്ലേ നിങ്ങൾ? നമ്മൾ ഉപയോഗിക്കുന്ന രസം കുടിക്കുന്ന രസത്തിന് രസമൊന്നുമില്ല. പക്ഷെ അതില്ലെങ്കിലും രസമില്ല. കൈപ്പക്കയ്ക്ക് രസമില്ല എന്നാൽ രസമുണ്ട് താനും എന്നതുപോലെയാണ്. ലഹരിക്കൊന്നും രസമില്ല എന്നാൽ രസമാണ് താനും എന്നതുപോലെയാണ് മനസ്സ്. ഈ അദൃശ്യമായ മനസ്സുണ്ടല്ലോ, അത് വല്ലാത്തൊരു സംഗതിയാണ് മക്കളെ. ആ രസകരമായ മനസ്സിനെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുർഘടം. എപ്പോഴും എന്നും സമാധാനപ്രിയരാവാൻ ശ്രമിക്കുക. മനസ്സ് ഒരിക്കലും എന്ത് പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ അത് മാറ്റി വെച്ചിട്ട് ആ പ്രയാസം തന്നെയാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളത് എന്ന് നിങ്ങൾ ഓർക്കാൻ സാധിച്ചാൽ അതിൽ നിന്നാണ് നിങ്ങളുടെ ആസ്വാദനം ലഭിക്കുക. നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടേയിരിക്കണം. ജീവിതം അത്രയേ ഉള്ളൂ. അത് ഈ മനസ്സിൻ്റെ ആസ്വാദനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, ഞാനിപ്പോൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ മരിച്ചുപോയി, എൻ്റെ കൂടെ ദീർഘകാലം ജീവിക്കുകയും ഒരു ചെറിയ കാര്യത്തിന് പോലും എൻ്റെ മക്കൾക്ക് തന്നെയും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒരു മാതൃകയായിരുന്നു. അതൊക്കെ ആയിട്ട് അവളിനോട് യാത്ര പറഞ്ഞു പോയി. പക്ഷെ അത് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി അവരുടെ ശരീരം ഇവിടെ എൻ്റെ കൂടെ ഇല്ലെന്നല്ലാതെ അവരുടെ മനസ്സും ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടവും നല്ല പച്ചയോടുകൂടി ഓർക്കത്തക്ക നിലയിൽ ഇന്ന് ഞാൻ കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിതമാണ് എന്നോട് എന്നെ ബന്ധപ്പെട്ട ആൾക്കാർ പറയാറുണ്ട്. മുമ്പ് എൻ്റെ കൊല്ലങ്ങൾക്ക് കൊണ്ട് പുസ്തകത്തിൻ്റെ പിന്നിൽ ഒരു ചട്ടയുടെ പിന്നിലുള്ള ചിത്രം കാണിച്ചു തന്നിട്ട് പറയും, ഇത് സാറ് തന്നെയാണോ? അന്ന് 10-20 കൊല്ലങ്ങൾക്ക് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പിന്നിൽ പിന്നാമ്പുറത്തെ ചട്ട കാണിച്ചിട്ട് ഇപ്പം പറയും, അന്ന് സാറ് നെറ്റിത്തരത്തിൽ വര കാണുന്നുണ്ട്, ഇന്ന് സാറ് നെറ്റിത്തരത്തിൽ വര കാണുന്നില്ല. അന്ന് സാറിൻ്റെ മുഖത്ത് ചില ചുളിവുണ്ടായിരുന്നോ, ഇന്ന് നിങ്ങളുടെ മുഖത്ത് ചുളിവ് എവിടെ പോയി, എങ്ങനെയത് മായ്ച്ചു കളഞ്ഞ് മേക്കപ്പിലൂടെ ആയിരിക്കുമോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിന് രഹസ്യം മറ്റൊരു ക്ലാസ്സിലൂടെ ഞാൻ പറയാം. എൻ്റെ മനസ്സാണ് പ്രധാനം. നിങ്ങളുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഭ്രമം ഒന്നും സൃഷ്ടിക്കരുത്. ഞാൻ വെച്ച് പിടിച്ച മുടിയൊന്നും അല്ല, അത് കിട്ടിയാടെ വെച്ചതാണ്. അത് നിങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ മനസ്സിനെ നിങ്ങൾ ആരോഗ്യത്തോടു കൂടി നിലനിർത്തുക. ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് കൂടെ ഓടിക്കൊള്ളും. അത് വിജയപ്രദമാവുകയും ചെയ്യും. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും നേർന്നു. ഇതിലൊക്കെ പങ്കെടുത്ത നല്ല പ്രഗത്ഭന്മാരായ കുറേ ആൾക്കാർ. സാധാരണ പുസ്തക പ്രകാശത്തിൽ നിന്ന് ആളുമില്ല. ഇദ്ദേഹത്തിന് എന്തോ തങ്ങളാണെന്ന് പറയുന്ന, ഇത് തങ്ങളാണ് അറിയില്ല. അറ്റക്കോയെന്നുള്ളതുകൊണ്ട് ഞാൻ തങ്ങളാന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് മഹത്വമാണെന്ന് പറഞ്ഞു. തങ്ങന്മാർക്ക് അങ്ങനെ ചിലതുണ്ട് എന്നാണ് പറയുന്നത്. ചരിത്രത്തിൽ തങ്ങന്മാരില്ല എന്നും പറയുന്നത്. പ്രവാചകന്റെ ഒരു മകളാണ്ടായിരുന്നു. മകളുട്ടികളൊക്കെ മരിച്ചുപോയി, ഒന്നുടിക്കുന്ന പറയാം. പക്ഷെ തങ്ങളാണെന്ന് പറയുന്നത് തങ്ങളാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്തോ പഠിച്ചവനൊരു ഭാഗ്യം കൊടുത്തുകൊണ്ടാണ് അറിയില്ല, കുറെ ആൾക്കാരവിടെ കിട്ടി. നിങ്ങളെല്ലാവരും വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ആരോഗ്യമുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളാവാൻ നമുക്ക് എന്നും സാധിക്കട്ടെ. മരണം ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ഈ ആത്മാവും മനസ്സും ചേർന്ന് ഉള്ളൊരു അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നതിന് വേറൊരു മനസ്സും വേറൊരു ശരീരത്തെ നൽകപ്പെടും പിന്നീടെന്ന് വിശ്വസിക്കണം. അതാണ് നമ്മുടെ സ്വർഗവും നരകവും ഒക്കെ സങ്കല്പ ലോകമാണ്. അങ്ങനെ സങ്കല്പ ലോകത്ത് വിരസിക്കാൻ ഇപ്പോഴും നമുക്ക് മനസ്സിനെ കൊണ്ട് സാധിച്ചാൽ അവിടെ യുക്തിയൊന്നും വേണ്ട. നമ്മൾ ചിന്തിച്ചാൽ തന്നെ അറിയാം. ഇദ്ദേഹത്തിൻ്റെ സഹോദരി പെട്ടെന്നാണ് മരിച്ചുപോയി. വളരെ പ്രഗത്ഭതിയായ ഡോക്ടറുടെ ഭാര്യയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. ഞാൻ പറയുന്നത് മരിച്ചിട്ടില്ല, എപ്പോഴും അവരുടെ നല്ല ചിരിച്ചുകൊണ്ട് ചിത്രം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു കാണുകയാണ്. അങ്ങനെ എല്ലാവരും മരിച്ചാലും അവരുടെ മനസ്സിൽ അവർ നമ്മളെ കൂടെ ജീവിക്കുന്നുണ്ട് എന്ന് ഓർക്കുക. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അങ്ങനെയുള്ളൊരു ജീവിതം സഞ്ചരിക്കാൻ പ്രയാസങ്ങൾ അതിജീവിച്ചുകൊണ്ട് ചിരിച്ചു കാണിച്ച പ്രവാചകനെ ഓർക്കാൻ പ്രവാചകൻ അനുയായികൾക്ക് കഴിയാതെ പോയതാണ് ഏറ്റവും വലിയ പ്രയാസം. പ്രവാചകൻ മുഹമ്മദ് നബിയെ പോലെ ഇത്ര ലോകത്ത് പ്രയാസപ്പെട്ട് ജീവിച്ചൊരു മനുഷ്യനുണ്ടാവില്ല. 7 മക്കൾ 6 മക്കൾ താൻ ജീവിച്ചിരിക്കെ മരിച്ചു പോവുകയാണ്.
ഒരു ഫാത്തിമ വഴി 6 മക്കളും മരണപ്പെട്ടു. 27 29 യുദ്ധം ചെയ്തു. എല്ലാ യുദ്ധത്തിലും പടനായകൻ. ശരീരമാസകലം മുറിവേറ്റ പരിക്കുകൾ. 63 വയസ്സിൻ്റെ ഇടയിൽ ഒരിക്കലെങ്കിലും ഭക്ഷണം കഴിക്കാതെ ജീവിച്ചു. സ്വന്തമായൊരു വീടുണ്ടായില്ല. ഈ പ്രവാചകൻ ഒരിക്കലും കരഞ്ഞില്ല എന്ന് കേട്ടാൽ അത്ഭുതം തോന്നില്ലേ? പുഞ്ചിരി തൂകി. പുഞ്ചിരി ഒരു സദക്കയാണെന്നാണ് പഠിപ്പിച്ചത്. അതൊരു ദാനമാണ്. പുഞ്ചിരി തൂകാത്ത മുഖം ഞാൻ കണ്ടതേ ഇല്ല. പ്രവാചകൻ കാണിച്ച മാതൃക ആർക്ക് വേണം? ആരാ പുഞ്ചിരിക്കുന്നത്? അങ്ങനെ പുഞ്ചിരിക്കാൻ സാധിക്കണേ പുഞ്ചിരിക്കുന്ന മനസ്സുണ്ടാവണ്ടേ? ആ പുഞ്ചിരിയാണ് ശ്രീകൃഷ്ണ ഭഗവാനും നമ്മൾ കാണുന്നത്. ഒരിക്കലും ശ്രീകൃഷ്ണ ഭഗവാൻ വികാരഭരിതനായി നിൽക്കുന്ന മുഖഭാവം വരച്ചെടുത്ത മനസ്സിന്റെ ചിത്രമാണല്ലോ, മനുഷ്യൻ വരച്ചെടുക്കുകയാണല്ലോ. ആ വരച്ചെടുത്ത ചിത്രത്തിലും ഭഗവാന്, ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു 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 ദേഷ്യഭാവത്തിലോ ഒരു ഗൗരവഭാവത്തിലോ കാണിക്കാതെ പോയത് എന്തേ? അതാണ് അവർ പഠിപ്പിച്ച തത്വം എന്ന് മനസ്സിലാക്കാനാണ്. അതുകൊണ്ടാണ് കവി തന്നെ പറഞ്ഞത്. വൈലോപ്പിള്ളിയാണെന്നാണ് എൻ്റെ ഓർമ്മ. താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ആകൊരു പ്രാവശ്യം കരഞ്ഞത് തൻ്റെ കുചേലൻ എന്ന സഹോദരനെ, സ്നേഹിതനെ അവിലും പൊതിയുമായിട്ട് കണ്ട സന്ദർഭത്തിൽ മാത്രമാണ് ഭഗവാൻ ഒന്ന് കണ്ണീരൊഴുക്കിയത്. അത് സന്തോഷത്തിൻ്റെ കണ്ണീരാവണോ? എന്ത് വികാരമാണ് അവതരിച്ചത് പറയാൻ വയ്യ. മറ്റെല്ലാ സന്ദർഭങ്ങളിലും ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിലും കുരിശിലേറി കിടക്കുന്ന യേശുദേവനാണെങ്കിലും കരഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടി തൻ്റെ കൈകളിൽ കൂടി രക്തമൊഴുകി വാർന്നു വീഴുമ്പോഴും കണ്ണിൽ നിന്നൊരു തുള്ളി വെള്ളം പോലും ഉറ്റു വീഴാത്ത സാക്ഷാൽ യേശുദേവനെ നമ്മൾ കുരിശിൽ കാണുന്നത്. അങ്ങനെ കാണുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളാവാനാണ് ഈ പ്രവാചകന്മാരെന്ന് പറയുന്ന വ്യക്തികൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് ഒരു ചുക്കും ഒരു മതവാദികൾ മതം കൊണ്ട് നടക്കുന്നത് പഠിച്ചില്ല എന്നല്ലേ, മനസ്സിലാക്കി തന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങളിൽ എന്തെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.